ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയെ ഞാനാ, ഞാൻ മാത്രം. പഴയ ബന്ധവും കഥകളും ഒക്കെ പറഞ്ഞു വന്ന് ആരും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. മോളൊന്ന് ഓർത്തു നോക്കിയേ, രാജീവ് സാറ് സ്പീഡിലാണോ വന്നത്? അച്ഛൻ വന്ദനമ്മയെ കുറിച്ച് സംസാരിച്ചോണ്ട് വന്നപ്പരാ. ആ ലോറിക്കകത്ത് എത്ര പേരുണ്ടായിരുന്നു മോൾക്ക് അതറിയോ? വന്ദനമ്മേ, മോളൊന്ന് ഓർത്തു നോക്ക്. ഡ്രൈവർ അല്ലാതെ വേറെ ആരെങ്കിലും ആ വണ്ടിയിലുണ്ടായിരുന്നോ? അതറിയാൻ വയ്യ വന്ദനമ്മേ. മോൾ ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ചു നോക്ക്. വണ്ടി ഇടിച്ചിട്ട് ഡ്രൈവർ നോക്കിയപ്പോ കൂടെ ആരെങ്കിലും? ഇല്ല വന്ദനമ്മേ, അത് ദിയമൾക്ക് ഓർമ്മയില്ല. മോളെ, ആ ഡ്രൈവറെ മോള് അതിനു മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? രാജീവ് സാറിനെ വണ്ടി ഇടിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും? അവരെന്തിനാ വന്ദനമ്മേ എന്റെ അച്ഛനെ അച്ഛമ്മയും? അയ്യേ, ദിയമോള് കരയാണോ? മിടുക്കി കുട്ടികൾ കരയാറില്ല. എങ്കിലും വിചാരിച്ചു ദിയമോള് വന്ദനാമ്മയെ പോലെ നല്ല ധൈര്യമുള്ള ആളായിരിക്കുമെന്ന്. ഷേ, നാണക്കേട്. ദിയമോൾ കരഞ്ഞതല്ല. ആ, മോൾക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? എന്നാ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. കൊച്ചു കുഞ്ഞല്ലേ അവള്. വെറുതെ ഓരോന്ന് ചോദിച്ച് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തിനാ? അത് ജഗ, രാജീവ് സാറിന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ആ ലോറി ഡ്രൈവർ വണ്ടി നിർത്താതെ ഓടിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ചിലപ്പോൾ യാദൃശ്യമായിട്ട് സംഭവിച്ചാണെങ്കിലും ചില ഡ്രൈവർമാര് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു പോവാറുണ്ട്. നാട്ടുകാർ ഉപദ്രവിക്കുന്നുള്ള ഭയം കൊണ്ടും ചിലർ അങ്ങനെയൊക്കെ ചെയ്യും. അത് മാത്രം കൊണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ആളെങ്ങനെയാ? ശത്രുക്കളൊക്കെ ഉള്ള ആളാണോ? വലിയ ബിസിനസ്സുകാരനാകുമ്പോ സ്വാഭാവികമായിട്ടും ശത്രുക്കളുണ്ടാവും. ഇല്ല, രാജീവ് സാർ വളരെ നല്ല മനുഷ്യനാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആള്. ചന്ദ്രികാമ്മ എന്നോട് കഥകളൊക്കെ ഒരിക്കൽ പറഞ്ഞിരുന്നു. വന്ദനയ്ക്ക് അയാളെ ഇഷ്ടമായിരുന്നു അല്ലേ? അറിയാം. ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയാ. ചിലതൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. നഷ്ടപ്പെട്ടാലും പെട്ടെന്ന് മാറ്റി പ്രതിഷ്ഠിക്കാനും പറ്റില്ല. അതുകൊണ്ടൊന്നുമല്ല, ദേമോൾക്ക് അവളുടെ അച്ഛനെ ജീവനായിരുന്നു. ദേമോൾ ആരുമില്ലാത്തവളാക്കിയത് ആരാണെന്നറിയണം. അല്ലാതെ ജഗൻ വിചാരിക്കുന്നത് പോലെ
കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയെ ഞാനാ. ഞാൻ മാത്രം. ആ, പഴയ ബന്ധവും കഥകളും ഒക്കെ പറഞ്ഞു വന്ന് ആരും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കണ്ട. സമ്മതിക്കില്ല ഞാൻ. നിരഞ്ജൻ മരണം ഇരന്ന് വാങ്ങാൻ വന്ന പാടു വിഡ്ഢി. എന്നെ ഭീഷണിപ്പെടുത്തി കോടികൾ തട്ടിക്കൊണ്ടുപോകാൻ അവന്റെ വരവ്. അവനെ ആള് തെറ്റി. ഈ വിക്രമിന്റെ വളർച്ച അവൻ അറിയാതെ പോയി. കോടികൾ സ്വന്തമാക്കിയ ചരിത്രമേ വിക്രമിനുള്ളൂ. അല്ലാതെ അങ്ങോട്ടേക്ക് കൊടുത്ത ചരിത്രമൊന്നും ഇല്ല. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നല്ലേ. രാവിലെ തന്നെ വിക്രമിന് എന്ത് പറ്റി? ആ, വഴിയുണ്ട്. ആ, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. ഒരു തെളിവ് അവശേഷിക്കരുത്. ഒരു മുടിനാരിയുടെ പോലും കിട്ടരുത്. എല്ലാം ക്ലീൻ ആയിരിക്കണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് യജമാനൻ വൃത്തിനുമായോ? നിരഞ്ജൻ അവനെ ഏത് വിധേനയും ഇവിടുന്ന് തുരത്തിയിരിക്കണം. പറ്റുമെങ്കിൽ ഒരു വിസ സംഘടിപ്പിച്ച് ആ തല തിരിഞ്ഞവനെ 7ാം കടല് കടത്തിയിരിക്കണം. കറ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇവനെന്തിനാ ഈ പാഴ്വേലയൊക്കെ ചെയ്യുന്നത്? ഈശ്വര, ഇവന് മാനസികമായി വല്ല തകരാറുണ്ടോ? ഇത് ഭ്രാന്തിന്റെ ലക്ഷണമാണെന്നാ തോന്നുന്നത്. മാനത്തെ കൊട്ടാരം